ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇഡ്ഡലി പൊടിക്കാനായിട്ട് എല്ലാ മസാലകളും പരിപ്പ് വകയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതിന് 250 ഗ്രാം പരിപ്പ്, ഞാൻ റേഷൻ കട പരിപ്പാണ് എടുത്തത്, കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മല്ലി, അടുത്ത് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കടലപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, ഉഴുന്നും പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, കായം, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുപയർ വറുത്തെടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് അതും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വെയിലിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ഉണക്കി അതിനെ ലൈറ്റാന്ന് ചോപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെയിലിൽ വെച്ച് ഉണക്കിയതാണ്, ഞാൻ ലൈറ്റാന്ന് ചൂടാക്കിയെടുത്തെന്ന് മാത്രം. അത് കഴിഞ്ഞ് ഇലക്കറി നല്ല വെയിലിൽ വെച്ചൊന്ന് ഉണക്കി അതിനെയും ഞാൻ ലൈറ്റാന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല വറുത്ത് നല്ല പൊടിഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മുളക് പൊടി പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇത്രയും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇലക്കറി ഉണക്കിയത്. കാരണം ഇതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ച് ഒരു ടിന്നിൽ അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ പരപര ഇതിൽ 2 തൂളെടുത്തിട്ട് നമുക്ക് വെള്ളം വെച്ച് ഇലക്കറി വെള്ളമായിട്ട് കുടിക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എല്ലാം നമുക്ക് ഒന്നിച്ചാക്കാം. എല്ലാം ഒന്നിച്ച് മിക്സാക്കിയിട്ടുണ്ട്. സൂപ്പറായ നല്ലൊരു ഇഡ്ഡലി പൊടി ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, മുരിങ്ങക്കീര കൊണ്ട് നമ്മൾ മുരിങ്ങ ഇലക്കറി എന്ന് പറയും, മുരിങ്ങക്കീര എന്ന് പറയും, മുരിങ്ങ ഇലക്കറി എന്ന് പറയും. ഇങ്ങനെ പല ഇതിലും നമ്മൾ പറയും. മുരിങ്ങക്കീര കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇഡ്ഡലി പൊടി നിങ്ങൾ ഒരിക്കൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇഡ്ഡലി പൊടി പൊടിക്കുമെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാനും അതേപോലെ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിത് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. വെളിച്ചെണ്ണ കൊണ്ട് ഈ ഇഡ്ഡലി പൊടി ഒന്ന് കുഴച്ചിട്ട് വേണ്ട ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നും. സൂപ്പറായിരിക്കും. ഞാൻ തിന്നില്ല, എൻ്റെ മോളെ വായിൽ കൊടുത്ത്. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഈ പൊടി. നമുക്കിത് 1 മാസത്തിന് മതി. നിങ്ങൾക്ക് എത്ര ദിവസത്തിന് തികയും നിങ്ങൾ പറയും. നമുക്ക് 1 മാസം തികയില്ല, കൂട്ടു ഫാമിലി ആയതുകൊണ്ട്.